ഹലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കോഴിക്കോട് തന്നെ കുറ്റ്യാടിക്കടുത്ത് മീൻതുള്ളിപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് കാണാൻ ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നന്ദേട്ടനും മക്കളും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. മീക്കുട്ടിയും അദ്രിക്കുട്ടനും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അദ്രിക്കുട്ടൻ ബാക്കോട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ വണ്ടികൾ പോകുന്നതും വരുന്നതും ഒക്കെ കാണുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്. നേമോള് പിന്നെ കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അവൾ അധികം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് അവിടെ സ്ഥലത്തെത്തി. അപ്പോൾ എത്തുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ സ്ഥലം എങ്ങനെയാണ്, മക്കളെയും കൊണ്ട് പോകാൻ പറ്റുമോ, ഇനി ആളുകൾ വരാത്ത സ്ഥലമാണോ എന്നൊന്നും നമുക്കങ്ങനെ അറിയില്ലല്ലോ. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇവിടെ വരണം. അത്രയും നമുക്ക് ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളേത് അറിയാത്തതുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. ഈ പാർക്കിങ്ങിനായാലും ഒക്കെ ഒരുപാട് സ്ഥലമുണ്ട്. അങ്ങനെ അദ്രിക്കുട്ടനെ നന്ദേട്ടൻ വെള്ളത്തിൽ അങ്ങനെ നീന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നേക്കുട്ടിക്കും അങ്ങനെ വേണ്ടി വരുമല്ലോ. അങ്ങനെ നേക്കുട്ടീനെയും ഇതേപോലെ തന്നെ എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഒഴുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മിയമോള് കുറേ നേരം കളിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുകയാണ്. പക്ഷേ എത്ര കളിച്ചാലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഇങ്ങോട്ട് കയറാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ കുറേ മുങ്ങി നിന്ന സമയത്ത് മിയക്കുട്ടി സാധകം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. മിയക്കുട്ടി ചെയ്യുന്നത് പോലെ തന്നെ അദ്രിക്കുട്ടനും ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. എന്നാലും ചേച്ചി ചെയ്യുന്ന എന്താണോ അതന്നെ മോനും ചെയ്യാണ്. നേമോള് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ അവളുടെ മൂഡൊക്കെ മാറിയിട്ടുണ്ട്. അവളുടെ പിന്നെ എടുത്ത് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. അദ്രിക്കുട്ടൻ പിന്നെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അച്ഛൻ്റെ കൂടെ. വെള്ളത്തിൽ എത്ര നടന്നാലും നമുക്കായാലും മതിയാവില്ലല്ലോ. കുറച്ച് നേരം ഞങ്ങൾ ഒരു ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നതാണ്. നന്ദേട്ടൻ ആ സൈഡിൽ, ഇത് ശരിക്കും നമുക്ക് ആ വെള്ളത്തിലൂടെ നടന്ന് പോയിട്ട് അപ്പുറത്തെ സൈഡിലേക്കും കടക്കാൻ പറ്റും. ആളുകളൊക്കെ അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല കല്ലുകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നടന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കല്ലൊക്കെ പെറുക്കിയിട്ട് മക്കളെ വെള്ളത്തിലിട്ട് കളിക്കുകയാണ്. ആ വെള്ളം കണ്ടതിന് സന്തോഷമാണ് ഈ കാണുന്നത്. അദ്രിക്കുട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവൻ കല്ല് കിട്ടുമോ നോക്കുകയാണ്. കൈയിട്ട് നോക്കുന്നുണ്ട് കല്ലെടുത്ത് എറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക്. അങ്ങനെ ചേച്ചി കുറേ കല്ലുകളൊക്കെ പെറുക്കി കൊടുക്കുക, മക്കളെ എറിയുക, അങ്ങനെ എന്തൊക്കെയോ കളികളൊക്കെ അവർ കളിച്ചു. കുറേ നേരം കളിച്ചു. നേമോള് കുറച്ചുകൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോയതാണ്. ഇവിടെയൊന്നും അത്ര ഒഴുക്കില്ല, പക്ഷേ ഒഴുക്കുള്ള ഭാഗങ്ങളുണ്ട്. അവിടെ വെള്ളം ഇങ്ങനെ എപ്പോഴും ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ ഈ പാറയ്ക്ക് നല്ല വഴുക്കൽ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നടക്കുമ്പോൾ തന്നെ പേടിയാവും. അതിൽ നടന്ന് പോവാൻ വെള്ളം ഒരുപാടൊന്നും ഇല്ലെങ്കിലും കൂടി പാറ വഴുക്കലുള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും ടെൻഷനാവും. മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോഴേ നന്നായിട്ട് ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര ആഴത്തിലേക്കൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല. കുറച്ച് ഭാഗത്തൊക്കെ പോയിട്ടുള്ളൂ. ആളുകളൊക്കെ നന്നായിട്ട് നടുക്കൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മിയക്കുട്ടി കുറച്ചുകൂടി ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറേ നേരം കളിച്ചു. തലയിലൊക്കെ വെള്ളമാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ ഇതിൻ്റെ മുന്നേയും ഇവിടെ നമ്മുടെ കരിയാത്തൻപാറയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഐസ്ക്രീം വാങ്ങാനുള്ള പറച്ചിലാണ്. ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വാങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണ് നേമോള്. അങ്ങനെ അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നെ ഡ്രസ്സൊക്കെ മാറണമല്ലോ. ഡ്രസ്സൊക്കെ മാറി ലേസോ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മടങ്ങി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.